നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ മാരക ലഹരി മരുന്നായ MDMA-യുമായി ഒരാൾ പിടിയിൽ. പട്ടാമ്പി സ്വദേശി സുബൈറിനെയാണ് പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണ് സുബൈർ. പട്ടാമ്പിയിൽ മാരക ലഹരി മരുന്നായ MDMA-യുമായി യുവാവിനെ പോലീസ് പിടികൂടി. പട്ടാമ്പി കോളേജ് സ്ട്രീറ്റ് സ്വദേശി ഇരിട്ടയിൽ വീട്ടിൽ 29-കാരനായ സുബൈറിനെയാണ് പട്ടാമ്പി സിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി മുതുല കോഴിക്കോട്ടിരി ഭാഗത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. പോലീസിന്റെ പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതിയുടെ പക്കൽ നിന്നും കവറിലാക്കി സൂക്ഷിച്ച നിലയിൽ 9.19 ഗ്രാം MDMA-യാണ് പിടിച്ചെടുത്തത്. സുബൈർ മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണെന്ന് പോലീസ് അറിയിച്ചു. ലഹരി മരുന്ന് വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു. വാണിജ്യ പാചകവാതക വില വർധനവിനെതിരെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. പട്ടാമ്പി താലൂക്കിലും സമരം പൂർണ്ണമായിരുന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ടത്. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ക്യാന്റീനുകൾ ഉൾപ്പെടെയുള്ളവയാണ് 24 മണിക്കൂറും അടച്ചിട്ടത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു കടയടപ്പ് സമരം സംഘടിപ്പിച്ചത്. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കടയടപ്പ് സമരം. പട്ടാമ്പി താലൂക്കിലും കടയടപ്പ് സമരം പൂർണ്ണമായിരുന്നു. 12 കിലോ വാണിജ്യ സിലിണ്ടറിന് നിലവിൽ 3085 രൂപയാണ് നൽകേണ്ടത്. ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. വിലക്കയറ്റവും ഉയർന്ന വാടകയും കൂലി വർധനവും എല്ലാം കാരണം ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖലയിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിലവിലെ സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ 50% താഴെ ഹോട്ടലുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പണിമുടക്കുന്നവർ പാചകവാതക വിലക്കയറ്റം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പണിമുടക്ക്. LPG വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിർമ്മാണം പാതി വഴിയിൽ നിൽക്കെ കാലവർഷം എത്തുന്നത് ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ വൻ യാത്രാ ദുരിതത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക. റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കുന്നതും മഴക്കാലത്ത് അതീവ യാത്ര അപകടകരമാക്കുമെന്നതാണ് നാട്ടുകാരുടെ പരാതി. 63.79 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നിലവിൽ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്തിനു മുൻപ് ബിറ്റുമിൻ പണികൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചാലിശ്ശേരി മുതൽ കൂറ്റനാട് വരെ അഴുക്കുചാൽ നിർമ്മാണത്തിനായി റോഡരികുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. മഴയെത്തിയാൽ ഈ കുഴികൾ വെള്ളം നിറയുന്നതും മണ്ണിട്ടുയർത്തിയ ഭാഗങ്ങൾ ചളിക്കുളമാകുന്നതും കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും വലിയ ഭീഷണിയാകും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്ന ഭാഗങ്ങളിൽ ഇട്ടിരിക്കുന്ന മണ്ണ് മഴയിൽ കുഴഞ്ഞ് വാഹനങ്ങൾ താഴ്ന്നു പോകാൻ സാധ്യതയുമുണ്ട്. നിലവിൽ വീതി കൂട്ടലിന്റെ ഭാഗമായി ഗതാഗത തടസ്സങ്ങൾ നേരിടുന്ന പാതയിൽ മഴ പെയ്താൽ വഴുക്കലും കാഴ്ചമറയിലും അപകടങ്ങൾക്ക് കാരണമാകും. ഭൂരിഭാഗം സ്ഥലങ്ങളിലും അഴുക്കുചാലുകൾ പൂർത്തിയായെങ്കിലും തുറന്നുകിടക്കുന്ന ഭാഗങ്ങൾ മഴവെള്ളം കുത്തിയൊലിച്ച് റോഡ് തകരാൻ ഇടയാക്കും. വർഷങ്ങളായുള്ള വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായി സമഗ്രമായ അഴുക്കുചാൽ സംവിധാനം വരുന്നത് ആശ്വാസകരമാണെങ്കിലും നിർമ്മാണ വേഗതയെക്കുറിച്ച് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. മഴക്കാലം തുടങ്ങുന്നതോടെ ഈ പ്രദേശം മുഴുവൻ ചളിക്കെട്ടാകാൻ സാധ്യതയുമുണ്ട്. നിർമ്മാണം നടക്കുന്നതിനാൽ കുഴികളും മറ്റും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ഇതിനാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ റോഡ് വികസനത്തിനായി മരങ്ങൾ മുറിച്ചുമാറ്റിയതിൽ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനു പകരമായി വൃക്ഷത്തൈകൾ നടുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ വരാനിരിക്കുന്ന കാലവർഷത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിലാണ്. മഴ ശക്തമാകുന്നതിനു മുൻപ് റോഡിന്റെ ഉപരിതലം സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോടികൾ ചിലവഴിച്ച് നവീകരണം പുരോഗമിക്കുന്ന ചാലിശ്ശേരി പട്ടാമ്പി റോഡിൽ പൊടിശല്യം അതിരൂക്ഷമാകുന്നു. ചാലിശ്ശേരി മുതൽ കൂറ്റനാട് വരെയുള്ള ഭാഗങ്ങളിലാണ് ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ പൊടി ഉയരുന്നത്. റോഡ് നവീകരണത്തിനായി ഉപരിതലം ഇളക്കിയിട്ടിരിക്കുന്നതും നിർമ്മാണ സാമഗ്രികൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതുമാണ് ദുരവസ്ഥയ്ക്ക് കാരണം. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അന്തരീക്ഷം മുഴുവൻ പൊടിപടലങ്ങൾ കൊണ്ട് നിറയുകയാണ്. മിനിറ്റുകളോളം കാഴ്ച പൂർണ്ണമായും മറയുന്ന അവസ്ഥയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ്. മുന്നിലുള്ള വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം പൊടി ഉയരുന്നത് വലിയ അപകടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹെൽമറ്റും മാസ്കും ധരിച്ചാലും പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് യാത്രക്കാർ പറയുന്നു. റോഡരികിലെ കച്ചവടക്കാരുടെ അവസ്ഥ അതിദയനീയമാണ്.
മുഴുവൻ സമയവും കടയ്ക്കുള്ളിലേക്ക് പൊടി കയറുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ പൊടി പിടിക്കാതെ സൂക്ഷിക്കാൻ വ്യാപാരികൾ പാടുപെടുകയാണ്. ശ്വസന സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ പലരും കടകൾ തുറക്കാൻ പോലും ഭയപ്പെടുന്നുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടി അന്തരീക്ഷത്തിൽ ദീർഘനേരം തങ്ങി നിൽക്കുകയാണ്. ശ്വാസതടസ്സം, കണ്ണിന് അസ്വസ്ഥത തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ യാത്രക്കാരിലും വ്യാപാരികളിലും വർദ്ധിക്കുന്നുമുണ്ട്. 63.79 കോടി രൂപ ചിലവഴിച്ച് അതിവേഗം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും പൊടിശല്യം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. റോഡിൽ കൃത്യസമയത്ത് വെള്ളം തളിച്ച് പൊടി നിയന്ത്രിക്കാൻ നിർമ്മാണ കരാറുകാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിനിടയിൽ സാധാരണക്കാരുടെ സുരക്ഷയും ആരോഗ്യവും അധികൃതർ വിസ്മരിക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞുളുങ്ങലിൽ പുതിയ ഓവുപാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാനായി ബദൽ റോഡ് നിർമ്മിച്ചാണ് ഓവുപാലത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. പട്ടാമ്പി നിരാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് മഞ്ഞളുങ്ങളിൽ പുതിയ ഓവുപാലം നിർമ്മിക്കുന്നത്. വീതി കുറഞ്ഞ പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഓവുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഓവുപാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി സമീപത്തെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സമാന്തര പാത നിർമ്മിച്ചിട്ടുണ്ട്. മഞ്ഞളുങ്ങൽ പാടത്താണ് പുതിയ ഓവുപാലം നിർമ്മിക്കുന്നത്. റോഡിന്റെ വീതിക്കനുസരിച്ച് വീതി കൂട്ടിയാണ് പുതിയ ഓവുപാലം നിർമ്മിക്കുന്നത്. നിലവിൽ പുതിയ ഓവുപാലത്തിന്റെ അടിത്തറ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഈ പാലം പണി കൂടി ഇനി പൂർത്തിയാകാനുണ്ട്. എങ്കിൽ മാത്രമാണ് കുളപ്പള്ളി IPT കോളേജ് മുതൽ പട്ടാമ്പി നിലാശുപത്രി വരെയുള്ള റോഡിന്റെ നവീകരണം പൂർത്തിയാവുകയുള്ളൂ. മഴയ്ക്ക് മുമ്പ് തന്നെ ഓവുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. വാടാനംകുച്ചി റെയിൽവേ മേൽപ്പാലവും തുറന്നുകൊടുത്തതോടെ യാത്രക്കാരുടെ ഏറെക്കാലത്തെ ദുരിതം കൂടിയാണ് ഈ പാതയിലൂടെ അവസാനിക്കുന്നത്. വാടാനംകുച്ചി റെയിൽവേ മേൽപ്പാലവും നിലവിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏറെക്കാലമായി യാത്രക്കാർ ഈ പാതയിലൂടെ അനുഭവിക്കുന്ന ദുരിതയാത്രയ്ക്ക് കൂടിയാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് മുകളിൽ കയറിയ യുവാവിന്റെ പരാക്രമം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ റിക്കവറി ട്രെയിനിന് മുകളിൽ കയറി യുവാവ് പരാക്രമം നടത്തിയത്. ലഹരിയിലായിരുന്ന യുവാവ് ട്രെയിനിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു. തുടർന്ന് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് ട്രെയിനിന് മുകളിലേക്ക് വെള്ളം ചീറ്റിയാണ് ഇയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചത്. വെള്ളം ദേഹത്ത് പതിഞ്ഞതോടെ യുവാവ് പരാക്രമം തുടർന്നു. 1 മണിക്കൂറോളം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ യുവാവ് താഴേക്ക് ചാടുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളിക്കാവ് സ്വദേശിയായ രാജേഷാണ് പരാക്രമം കാണിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത്. ഏറെ നേരം യുവാവ് അധികൃതരെ വട്ടം കറക്കിയ കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷനിൽ കാണാനായത്. ഒന്നും വേണ്ട, ഇല്ല ഞാൻ അറിവിന്റെയും ആദർശത്തിന്റെയും 1 നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃത്താല സോൺ സെന്റിനറി അസംബ്ലി സംഘടിപ്പിക്കുന്നു. മെയ് 8 വെള്ളിയാഴ്ച 3 മണിക്ക് തൃത്താല ലുസൈൽ പാലസിൽ വെച്ചാണ് സംഗമം നടക്കുന്നത്. 1926 സ്ഥാപിതമായ കാലം മുതൽ പാരമ്പര്യ ഇസ്ലാമിക പണ്ഡിതർ കാണിച്ചു തന്ന ഉന്നതമായ ആദർശങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പദ്ധതികളാണ് മേഖലയിൽ നടപ്പിലാക്കുന്നത്. സോൺ തലത്തിൽ നടക്കുന്ന സെന്റിനറി അസംബ്ലിക്ക് മുന്നോടിയായും ശേഷവുമായും സർക്കിൾ തലങ്ങളിൽ സെന്റിനറി സമ്മിറ്റുകൾ സംഘടിപ്പിക്കും. താഴെത്തട്ടിലുള്ള ശാഖാ കേന്ദ്രങ്ങളിൽ വിവിധ പ്രചരണ പരിപാടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. കുടുംബസംഗമങ്ങൾ, പതാക ദിനം, ലഘുലേഖാ വിതരണം എന്നിവ വഴി സമസ്തയുടെ സന്ദേശം ഓരോ വീടുകളിലും എത്തിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. സെന്റിനറി അസംബ്ലി ഈ വരുന്ന 8-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് തൃത്താലയിലെ VK കടവുള്ള ലുസൈൽ പാലസിൽ വെച്ച് നടക്കുകയാണ്. വിവിധങ്ങളായ സെഷനുകളോട് നടക്കുന്ന പരിപാടി കഴിയുന്നത് ഈ 100 വർഷത്തിന്റെ ഓരോ സന്ദേശങ്ങളും താഴെ ഘടകങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി സർക്കിൾ തലങ്ങളിൽ
സർക്കിൾ സെന്റിനറി സമ്മിറ്റുകൾ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ സോണിലെ മുഴുവൻ യൂണിറ്റുകളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SFന്റെയും കീഴിലായിക്കൊണ്ട് വിവിധ പോഷക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെന്റിനറി അസംബ്ലി സംഘടിപ്പിക്കുന്നത്. പണ്ഡിതന്മാരും സയ്യിദുമാരും ഉന്നത സംഘടനാ നേതാക്കളും സംഗമത്തിൽ പങ്കെടുക്കും. സമസ്തയുടെ 100ാം വാർഷികം ചരിത്രപരമായ വിജയമാക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോൺ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം സഖാഫി, ട്രഷറർ മുഹമ്മദ് കോയ, SYS പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ ആസനി ആലൂർ, നസീർ സലഫി, അബ്ദുൽ ഖാദർ മണ്ണാറപ്പറമ്പ്, സൈനുദ്ദീൻ ഒതളൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുജനസമക്ഷം എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സോൺ തലങ്ങളിലും നടത്തപ്പെടുന്ന അതിബൃഹത്തായൊരു പരിപാടിയാണ് സെന്റിനറി അസംബ്ലി എന്ന പേരിൽ ഈ വരുന്ന 8-ാം തീയതി തൃത്താല ലുസൈൽ പാലസിൽ വെച്ച് നടക്കുന്നത്. തൃത്താല കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രസ്തുത പരിപാടി പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട 700ഓളം പ്രതിനിധികൾ സംഗമിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി വിളയൂർ നിർവഹിക്കുമ്പോൾ അതിൽ വിഷയാവതരണം നടത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം അലവി സഖാഫി കൊളത്തൂരും അതേപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി ഒറ്റപ്പാലവും സംസാരിക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.